രാജ്യത്തെ എയർപോർട്ടുകളിലും സീപോർട്ടുകളിലും വല വിരിച്ച് നിന്നെയും കാത്തിരിക്കുന്നവരുടെ കണ്ണും വെട്ടിച്ച് നീ രാജ്യം വിടും. രാത്രി 8:30 ടർക്കിയിലേക്ക് പുറപ്പെടുന്ന സാന്റിയാഗോ എന്ന ക്രൂസിൽ ഈ കണ്ടെയ്നർ കയറിയാൽ പിന്നെ യു ആർ ഷെൽട്ടർ. പക്ഷെ വിധി നിനക്കെതിരാടാ കോപ്പെ. നിന്റെ ചാവേർ സ്റ്റീഫന്റെ വാലറ്റിൽ ഞാൻ കണ്ട ഈ ഷിപ്പിംഗ് ബില്ലിൽ നിന്റെ ജാതകം കുറിച്ചിട്ടുണ്ട്. പോത്തൻ വൈപ്പ്. Now I am clean, officer. ചെറുത്തു നിൽക്കാൻ അടവോ ആയുധമോ ഇപ്പോ എന്റെ കയ്യിലില്ല. I am at your mercy. So can we talk before the bank goes? No. നിനക്ക് പറയാനുള്ളത് എന്താണെന്ന് എനിക്കറിയാം. അവസാന രംഗത്തിന് തിരശീല വീഴും മുമ്പ് നിന്നെ പോലൊരു കൊടും കുറ്റവാളി ഉരുവിടുന്ന സ്ഥിരം വാക്യങ്ങൾ അത് വേണ്ട. ഇപ്പൊ ഞാനൊന്ന് പിടിയയച്ചാൽ കടലുകൾ താണ്ടി നീ മറഞ്ഞുപോകും. ഇവിടെ നിയമം നിന്നെ പിടികിട്ടാ പുള്ളിയായി വാഴ്ത്തുമ്പോൾ വിദേശ മണ്ണിലിരുന്ന് നീ നാടിന്റെ നെഞ്ചകം പിളർക്കുന്ന സ്ഫോടനങ്ങൾക്ക് ഉത്തരവിടും. 1000 വയറുകൾ നിറയ്ക്കാനുള്ള അന്നത്തേക്കാൾ വില ഒരു ആയുധത്തിന് നൽകുന്ന യുദ്ധവെറിയുടെ ലോകത്ത് നിനക്ക് ചുറ്റും ഭീകരതയുടെ പരിരക്ഷ ഉണ്ടാവും. The immunity of terror. But I won't let it happen. I won't let go. And I won't let you flee. Wishful thinking, ചന്ദ്രശേഖർ. ഈ നീട്ടിപ്പിടിച്ച ഗണ്ണിന്റെ പോയിന്റ് ബ്ലാങ്കിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, I am unassailable. നിന്റെ സ്വപ്നങ്ങൾക്ക് പോലും എന്നെ സ്പർശിക്കാനാവില്ല. നീ ഒരുക്കുന്ന ഏത് തുറുങ്കും ഭേദിക്കാനുള്ള ഈടും കരുത്തുമുണ്ട് എനിക്ക്. ഒരു തുറുങ്കിനും നിന്നെ ഞാൻ വിട്ടുകൊടുക്കുന്നില്ലെങ്കിലോ? രാജ്യം മുഴുവൻ ചാരന്മാരും രക്ഷകരുമുള്ള നിന്നെ ഞാൻ ഇവിടെ തളയ്ക്കാൻ വന്നത് പുറത്തുള്ള ഒരു മറ്റേ മോനും അറിഞ്ഞിട്ടില്ലടാ. So what if I seal your fate right away? Mistake, ചന്ദ്രശേഖർ. Big mistake. മറ്റാരും അറിയാതെ ഉള്ള ഈ പടപ്പുറപ്പാട്. You will regret this fatal folly. Stop your foul play. Sudev, no. No. Drop your gun, baby. Sudev? No. Musafir. That's my name. Drop it. Drop it, I say. Ah! Hey, take it easy, Potan. ആ തോക്ക് താഴെയിട്. Come on. അവസാന നിമിഷം ഇത്ര നിസ്സാരമായ ഒരു കീഴടങ്ങൽ. എനിക്ക് സഹതാപമുണ്ട് ചന്ദ്രശേഖർ. ഓർമ്മയുണ്ടോ ഡൽഹിയിൽ നിന്ന് വന്ന റോ ഡെപ്യൂട്ടി ഡയറക്ടർ മിസ്റ്റർ മേനോൻ പറഞ്ഞു പഠിപ്പിച്ചത്? അധികാരത്തിന്റെ ഉന്നത ശ്രേണിയിൽ നുഴഞ്ഞു കയറുന്നതാണ് തീവ്രവാദികളുടെ ഏറ്റവും പുതിയ തന്ത്രം. മീർ സുദേവ് സച്ചിദാനന്ദ്, ഹാഫ് മലയാളി, ഹാഫ് ഹൈദരാബാദി, ഹാഫ് ഹിന്ദു, ഹാഫ് മുസ്ലിം. ദി മാസ്റ്റർ ഇൻഫിൽട്രേറ്റർ, ഏറ്റവും സമർത്ഥനായ നുഴഞ്ഞു കയറ്റക്കാരൻ. Arani. Musafir. Sorry, sir. The game is over. Adios. പുലയാടി മോനെ, ഞാൻ വെറും ആണെന്ന് കരുതിയോടാ നീ? നല്ല പോലീസുകാരനെ മാത്രമല്ല, കൂടെ നിന്ന് ഒറ്റുന്നവനെയും തിരിച്ചറിയും ഇൻസൈറ്റ്, അകക്കണ്ണ് എനിക്കതുണ്ട്. സുഹറയും കൊണ്ട് ആംബുലൻസ് പുറപ്പെട്ട 9-ാം മിനിറ്റിൽ ഒരു അറ്റാക്ക് ഉണ്ടായപ്പോ എനിക്ക് റെഡ് സിഗ്നൽ കിട്ടി, ഒറ്റുകാരൻ കൂടെയുണ്ടെന്ന്. നിന്റെ ട്രാക്ക് റെക്കോർഡ് ഞാൻ വിശദമായി പരിശോധിച്ചു. മുസാഫറിന്റെ സാന്നിധ്യം അറിഞ്ഞ ഇടങ്ങളിലൊക്കെ നീ ഉണ്ടായിരുന്നു. ഗവേഷകനായി, അധ്യാപകനായി, പിന്നെ ഇപ്പൊ IPS ഓഫീസറായി. വിദേശ ചാരന്മാരെ നാബ് ചെയ്യുന്ന സ്പെഷ്യൽ ടീമിൽ നിന്നെ ഉൾപ്പെടുത്താൻ കോടികളുടെ കോഴപ്പണം ശത്രു രാജ്യത്ത് നിന്ന് ഒഴുകിയെത്തിയിരിക്കണം. ഒടുവിൽ ഹവാല പ്രൊട്ടക്ടറായി കേരളത്തിലേക്ക് വരാൻ ചുളുവിൽ ഒരു സ്ഥലം മാറ്റം. കേസിൽ എന്നെ അസിസ്റ്റ് ചെയ്യാൻ നിന്നെ നിയമിച്ചതിന് പിന്നിൽ ഇവന്റെ അദൃശ്യ സാന്നിധ്യമുണ്ടായിരുന്നു. ആശുപത്രിയിൽ ബോധം തെളിഞ്ഞ സുഹറ നിലവിളിച്ചത് പ്രതിപക്ഷ MLA ഗോപിനാഥനെ കണ്ടിട്ടാണെന്ന് ഞാൻ വിശ്വസിച്ചു എന്ന് നീ കരുതിയോ? ആ സമയം ഗോപിനാഥന്റെ അരികിൽ നിന്നിരുന്ന നിന്നെ കണ്ടിട്ടാണ് സുഹറ നിലവിളിച്ചത്. വനത്തിനുള്ളിലെ വുഡ് ഹൗസിൽ യൂസഫ് ഖാനെ കൊലപ്പെടുത്തുമ്പോ
ഇവന്റെയും സ്റ്റീഫന്റെയും ഒപ്പം മുസാഫർ ഉണ്ടായിരുന്നു എന്ന് വർക്കിച്ചൻ പറഞ്ഞപ്പോ ഐ കൺജേർഡ്. വാട്ട് ഹാപ്പൻ? മീറ്റ് മുസാഫിർ. ഭായ് പറഞ്ഞ ദേശദ്രോഹികളുടെ പ്രതിനിധി, എന്റെ ബിസിനസ് പ്രൊട്ടക്ടർ. ഇനിയും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് യൂസഫ് ഭായിക്ക് തോന്നുന്നു. നിനക്കെതിരെ എനിക്ക് വേണ്ടിയിരുന്നത് ശക്തമായ തെളിവുകളായിരുന്നു. സോ ഐ ബ്രോക്ക് ഇൻ ടു യുവർ ഹൗസ്. കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിലും സിഡികളിലും നീ എൻക്രിപ്റ്റ് ചെയ്ത് രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഡേറ്റ എക്സ്പേർട്സ് ഡീക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. കേരളത്തെ ഭീകരതയുടെ ഏറ്റവും പുതിയ ഒളിത്താവളമാക്കാൻ നീയും ഇവനും ചേർന്നൊരുക്കിയ പദ്ധതിയുടെ ബ്ലൂ പ്രിന്റ് ഇന്ന് എന്റെ കയ്യിലുണ്ട്. ബട്ട് യുവർ ഇൻസീഡിയസ് പ്രോജക്ട് ഷാൽ നോട്ട് ടേക്ക് ഓഫ്. കോടതി മുറിക്കുള്ളിലെ നീണ്ട കാത്തിരിപ്പിന്റെ ദയ നീ അർഹിക്കുന്നില്ല. യു ഡിസേർവ് ഇൻസ്റ്റന്റ് വേർഡിക്റ്റ്. No! No. ഓഫീസർ, ഞാൻ തോൽവി സമ്മതിക്കുന്നു, കീഴടങ്ങുന്നു. Now you can take me to law. ഏത് നിയമം? വിൽപ്പനയ്ക്ക് വെക്കാത്ത ഒരു നിയമവും ഈ നാട്ടിലില്ല. ദി ഡിസ്റ്റിംഗ്വിഷ്ഡ് മെമ്പർ ഓഫ് രാജ്യസഭ. നിന്നെ പോലുള്ള NRI ദൈവങ്ങളും കള്ളുകച്ചവടക്കാരും വെച്ചുവാണിഭക്കാരും കൊള്ളപ്പണമറിഞ്ഞ് സ്വന്തമാക്കുന്ന പരമോന്നത പദവി, ജനങ്ങളെ നേരിടാൻ ധൈര്യമില്ലാതെ പിൻവാതിലൂടെ അധികാരം പിടിച്ചടക്കുന്ന എല്ലാ ദുഷ്പ്രഭുക്കൾക്കുമെതിരെയുള്ള ജനവിധി, അത് ഞാൻ നടപ്പാക്കുന്നു.